കാരണം പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം എത്തും. ജില്ലയിലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി എത്തും. ശരണ്യ സ്നേഹജൻ അതിന്റെ വിവരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരണ്യയിലേക്ക്. രഞ്ജിത്ത്, പ്രധാനമന്ത്രി ഇപ്പോൾ പത്തനംതിട്ടയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ഹെലിപ്പാഡിൽ നിന്നും ഇപ്പോൾ ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് എത്തും. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതും പ്രധാനമന്ത്രി കടന്നുപോകുന്ന ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. 5 മിനിറ്റ് മുമ്പാണ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലും ധാരാളം ആളുകൾ പ്രധാനമന്ത്രി കാണാനായി നിന്നിട്ടുണ്ടായിരുന്നു. അവരെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാഹനം ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ, അതായത് ഈ പരിപാടി നടക്കുന്ന പ്രധാന വേദിയിലേക്ക് എത്തും. 1:05 അദ്ദേഹം എത്തുമെന്നാണ് നേരത്തെ ചാറ്റ് ചെയ്ത ലിസ്റ്റ് പ്രകാരം പറഞ്ഞിരുന്നത്. പക്ഷേ ഏകദേശം 1 മണിക്കൂറോളം വൈകിയാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും അവിടെ പൊതുയോഗം ഇപ്പോൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. പ്രവർത്തകർ പ്രധാനമന്ത്രിക്കായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പ്രധാനമന്ത്രിക്കായി കാത്തുനിന്ന് മടങ്ങുന്ന ആളുകളെയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ആളുകളൊക്കെ തന്നെ അദ്ദേഹം കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാന വേദിയിലേക്ക് പോയിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പ്രധാനമന്ത്രിയെ കാണാനായി നിരവധി ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തും എന്നുള്ള ഇതാണ്. കാരണം 5 മിനിറ്റ് പോലും വേണ്ട ഇനി പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്താൻ. അത് ഈ പോലീസിന്റെയൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ദീർഘനേരമായി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന പ്രവർത്തകരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചൂട് അനുഭവപ്പെടുന്നു. 39-40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ പ്രദേശത്തെ ചൂട്. പത്തനംതിട്ട നമുക്കറിയാം വലിയ മുകളിൽ വിരിച്ചിരിക്കുന്ന പരവതാനിയൊക്കെ ചൂടിന്റെ കാഠിന്യം കൂട്ടുകയുള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ഈ ചൂടിനെയും അവഗണിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകരാണ്, ലക്ഷോപലക്ഷം പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനായി, അത് കാതോർക്കാനായി കാത്തു നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വളരെ കൃത്യമായി തന്നെ കാണാം എന്നും കരുതുന്നു. അതാ പ്രധാനമന്ത്രിയുടെ കോൺവോയ് വാഹനം, പ്രധാനമന്ത്രിക്ക് തൊട്ടു മുൻപിലുള്ള വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രിക്ക് തൊട്ടുപുറകെ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും, അല്പസമയത്തിനകം എത്തും എന്നും കരുതാം. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. വാഹനവ്യൂഹത്തിലെ ആദ്യ വാഹനം ഇതാ ഈ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹവും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ശരണ്യ പറഞ്ഞതുപോലെ ചുറ്റുപാടും കൂടുന്നവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ പ്രധാനമന്ത്രി ഈ തരത്തിൽ ഇവിടെ അദ്ദേഹം ഈ പത്തനംതിട്ടയിലേക്ക് എത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരവുമുണ്ട്. വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളുള്ള ഒരു സാഹചര്യത്തിലാണ് പത്തനംതിട്ട മണ്ഡലം ഉള്ളത്. അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഏറെ വലുതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം മാവേലിക്കരയിലെയും സ്ഥാനാർത്ഥി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി കലാശാല ബൈജു തുടങ്ങിയവരുടെ സാന്നിധ്യവും ഈ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ഉണ്ട്. ഒപ്പം ലക്ഷോപലക്ഷം ജനങ്ങൾ, അവിടുത്തെ അനവധി ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കുറേ നേരമായി, മണിക്കൂറുകളായി, 5-6 മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരുണ്ട്. പലരും ഈ കനത്ത ചൂടിനെ തുടർന്ന് മടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കാരണം ചൂട് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇവർക്ക്, അത് മടങ്ങുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് BJP പത്തനംതിട്ടയിലെ പ്രധാനമന്ത്രിയുടെ അതിനെ വരവേൽക്കുന്നത് എന്നുള്ളതാണ്. സമയം അല്പം കാര്യമായി തന്നെ താമസിച്ചു. സാധാരണ ഇത്രയധികം പ്രധാനമന്ത്രിയുടെ പരിപാടികൾ വൈകാറില്ല എന്നൊരു പ്രധാനപ്പെട്ട സംഗതി കൂടിയുണ്ട്. എന്നിട്ടും പ്രധാനമന്ത്രിയെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനുമായി ഒരുപാട് ലക്ഷോപലക്ഷം ജനങ്ങൾ ഇവിടെ കാത്ത് നിൽക്കുകയാണ്. വേദിയിലാകട്ടെ PC ജോർജ് ഉണ്ട്, ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യമുണ്ട്, കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ട്,
ഷോൺ ജോർജ് ഉണ്ട്. ഒപ്പം ഈ പത്മജ വേണുഗോപാൽ, അടുത്ത കാലത്ത് BJPയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലുമായൊക്കെ പ്രധാനമന്ത്രി സംസാരിക്കും. അത് എന്താണ് സംസാരിക്കുക എന്ന കാര്യമൊക്കെ നമ്മൾ ഇനി കാത്തിരുന്ന് കാണണം. എത്ര സമയം ഈ സമീപകാലത്തായി BJPയിലേക്ക് എത്തിയവർക്കായി പ്രധാനമന്ത്രി മാറ്റിവെക്കും എന്ന കാര്യമൊക്കെ നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടി വരും. ആ ഒരു പ്രാധാന്യം കൂടി ഈ സമ്മേളനത്തിലുണ്ട്. അടുത്ത കാലത്തായി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഈ വേദിയിൽ ഭാഗമാകുന്നുണ്ട്. അതിൽ ഒരാളാണ് പത്മജ വേണുഗോപാൽ. പത്മജ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു, ശരണ്യയോട് സംസാരിച്ചിരുന്നു. പത്മജ വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് താൻ എല്ലാ സ്ഥലങ്ങളിലും പ്രചാരണത്തിന് ഇറങ്ങും എന്നുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളിലും താൻ പ്രചാരണത്തിന് ഇറങ്ങും എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. പാർട്ടി ക്ഷണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രചാരണത്തിന് പോകും എന്നാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഈ VIP ഗേറ്റിലൂടെ ഈ പ്രധാന വേദിയിലേക്ക് പ്രവേശിക്കും. അത് കാത്തിരിക്കുന്ന അനവധി പ്രവർത്തകരാണ്. ഇപ്പോൾ അദ്ദേഹം എത്തുമെന്നറിഞ്ഞത് ഈ വെളിയിൽ കൂടുന്ന പ്രവർത്തകരൊക്കെ വീണ്ടും ഈ സ്റ്റേജിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. VIP പാസുകൾ വെച്ചാണ് ഈ VIP മുൻ ഗ്യാലറികളിലൊക്കെ ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നത്. അത്